ധീര എന്ന് പറയുന്ന കുതിരയുമായി ആയിഷ മർവ. ചാലിയാർ ഹോഴ്സ് റൈഡിംഗ് അക്കാദമിയുടെ ആ കുതിരയോടൊപ്പം തന്നെ കുതിരയെ പിടിച്ചിട്ടുള്ള വെറ്റില് പിടിച്ചിട്ടുള്ള ആളാണ് ഐഷ മോളുടെ പിതാവ്, ഫാദർ. ആ ഫാദർ തന്നെയാണ് ഐഷ മോളെ ട്രെയിൻ ചെയ്യിച്ചത്. ഒന്നല്ല രണ്ടു വട്ടം ആ കുതിരപ്പുറത്ത് താഴ്ത്തിയിട്ടുണ്ട്. ടെമ്പറുള്ള കുതിരയാണ്. എന്നിട്ടും വീണ്ടും മൂന്നാമത് ആ കുതിരപ്പുറത്തേക്ക് കയറിയേക്കാണ്. വാപ്പ അതിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. കുതിരയാണ്, ഒരു കുഴപ്പം പിടിച്ച കുതിരയാണ്. ഒരു വട്ടം ട്രൈ ചെയ്തു, രണ്ടാമതും ട്രൈ ചെയ്തു, മൂന്നാമതും ട്രൈ ചെയ്തു. എല്ലാവരും ഇത് കണ്ടു നിൽക്കാണ്. വളരെ വിഷമത്തിലായി. വീണ്ടും ഫാമിലിയോടൊപ്പം ആ കുതിരയായി ആ റേസിന് പങ്കെടുക്കാൻ പറ്റാതെ ഐഷ മോള് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഐഷ മോള് കയറി പോകുന്നത് കണ്ണീരോടെയാണ്. പരിക്കു പറ്റിയതിൻ്റെ അല്ല, വേദന എടുത്തതിൻ്റെ അല്ല, ആ റേസിന് ഓടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തോടുകൂടെയാണ് തിരിച്ചു പോകുന്നത്. അന്നാണ് നമുക്ക് തെറ്റി. ഇനിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കേണ്ടത്. ഐഷ മോള് കയറാൻ വരുമ്പോഴത്തേക്കും ആ കുതിര മറിഞ്ഞു വീഴാണ്. ട്രെയിനർമാർ പല തരത്തിലും ശ്രമിക്കേണ്ട കുതിര യാതൊരു വിധത്തിലും അതിൻ്റെ മേളിൽ കയറാൻ സമ്മതിക്കണില്ല. ഐഷ മോള് പിന്മാറാൻ തയ്യാറല്ല, വാപ്പ പിന്മാറാൻ തയ്യാറല്ല. കാണികൾക്കൊക്കെ നല്ല ഭയമുണ്ട്. പലരും അതിൻ്റെ ഇടയിൽ കമൻ്റൊക്കെ പറയുന്നതിന് വേണ്ട അവസാനിപ്പിക്കാൻ സമയമായി എന്നൊക്കെ. എങ്കിലും ഐഷ മോള് പിന്മാറാൻ റെഡിയല്ല. വാപ്പയും പ്രോത്സാഹിപ്പിക്കാൻ ഒപ്പം തന്നെയുണ്ട്. നല്ല ട്രെയിനർമാർ, കുതിരയോടൊപ്പം വന്ന ഒരുപാട് ട്രെയിനർമാരുണ്ട്. അവരും ഒക്കെ കട്ടക്ക് ഒപ്പം തന്നെ നിന്നിട്ടോ. അങ്ങനെ ട്രെയിനർമാരും ശ്രമിച്ചിട്ടും ആ കുതിര നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ള അതിൻ്റെ ടെമ്പർ ഒട്ടും കുറയുന്നില്ല. നമ്മളെല്ലാവരും അത് നോക്കിക്കണ്ടാണ്. അങ്ങനെ ഐഷ മോള് കരഞ്ഞുകൊണ്ട് ആ കളം വിടാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇനി ഐഷ മോള് തിരിച്ചു വരില്ല, ഇന്നത്തെ ഒരു ദിവസം റൈഡിന് വേണ്ടി. സ്വന്തം ഉമ്മ കൂട്ടിക്കൊണ്ടുപോകാണ്. കണ്ണീരോടെ എന്താ പോകുന്നത്. വേറൊന്നുമല്ല, ആ കരച്ചിൽ ഇവിടെ ഓടിക്കാൻ പറ്റാതിരുന്നതിലുള്ള എല്ലാവരും പറഞ്ഞ് ഇനി ഓടിക്കാനാണ്. ട്രെയിനർമാര് അത്ര കഷ്ടപ്പെട്ടു നോക്കി. അവരും പറഞ്ഞ് ഐഷ മോളോട് ഇന്നാ കുതിരയെ ഓടിക്കാൻ പറ്റില്ല. വീണ്ടും വരണിട്ട ഐഷ മർവ ആ വാപ്പയോടൊപ്പം ആ കോഴിക്കോട്ടുകാരി, വെറും 13 വയസ്സുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐഷ മർവ പലവട്ടം ശ്രമിച്ചിട്ടും കുതിര താഴ്ത്തിട്ടാണ് എന്നൊക്കെ മറികടന്നിട്ട് അതെല്ലാം മറികടന്ന് വീണ്ടും കയറിയിട്ടാ ആ ഒരു പോക്ക്. ആ ടൈമിങ് ഇപ്പൊ അറിയാൻ പറ്റൂട്ടോ. ഐഷ മോള് ഓടിക്കയറുന്നത് അവിടെ നിൽക്കുന്ന ജനങ്ങളുടെ, കാണികളുടെ ഹൃദയത്തിലേക്കാണ് കേട്ടാ. ആ വാപ്പക്കും മോൾക്കും ഒരു കയ്യടി കൊടുക്കാതെ ആർക്കും അവിടുന്ന് മടങ്ങാൻ പറ്റില്ല. സംഘാടകരും എല്ലാവരും ഒരുപോലെ കൈയടിച്ച് ആ ഒരു ഗട്സിനെ, ആ ഒരു സ്ട്രഗ്ലിങ്ങിനെ, ആ ഒരു ആത്മാർത്ഥതയെ, തളരാത്ത ശരീരത്തിന്റെയും മനസ്സിന്റെയും ആ ഒരു കുടുംബത്തോടൊപ്പം ആ നിന്ന കാണികൾ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. 1 2 അല്ല, പലവട്ടം കുതിരപ്പുറത്തുനിന്ന് വീണു. അപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു ഇനി വേണ്ട, കടുത്ത വെയില്, ഇത്ര ബുദ്ധിമുട്ട് ഒക്കെ വീണിട്ടും വീണ്ടും ഓടിക്കാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, അതാണ്. അത് ആരെ കാണിച്ച? വാപ്പായാണോ മോളാണോ? മോളാണ്. എല്ലാവരും കൈയടിക്കും. മോളെ പേടിണ്ടായില്ല ഇത്രയൊക്കെ വീണിട്ടും? കരഞ്ഞുകൊണ്ട് വരണ ഞാൻ കണ്ട്, ഓടിക്കാൻ പറ്റാതിട്ട് കരഞ്ഞുകൊണ്ട് ആ ട്രാക്കിൽ നിന്ന്. എന്നിട്ടും ഞാൻ വാപ്പായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു ഇനി ഓടിക്കണോന്നാണ് മോള് പറഞ്ഞെന്ന് പറഞ്ഞു. ഓടിച്ചപ്പോ എങ്ങനെയുണ്ടായി?
അടിപൊളി. ഇതിനു മുമ്പും പല പ്രാവശ്യം ഓടിച്ചിട്ടില്ലേ? എവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്? നിലമ്പൂര്, വയനാട്. അവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതും ഈ കുതിരയാണോ? ആ, എന്താ കുതിരയുടെ പേര്? ധീര. ധീര. ഈ കോഴിക്കോട് എവിടെയായിട്ടാണ് നിങ്ങൾ ഇത് പഠിക്കണേ? ഞാനാ പഠിപ്പിക്കുന്നത്. എത്ര വർഷമായി കാണും ഇപ്പൊ? ഒരു 3-4 വർഷം ആയി.